നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പ്ലാസിബോ എഫക്റ്റിനെ കുറിച്ചാണ്. മരുന്നോ ചികിത്സയോ ഇല്ലാതെ മനസ്സിൻ്റെ ശക്തിയാൽ തന്നെ ആരോഗ്യനില മെച്ചപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. എന്താണ് പ്ലാസിബോ പ്രതിഭാസം അഥവാ പ്ലാസിബോ എഫക്റ്റ്? ഒരു വ്യക്തിക്ക് യഥാർത്ഥ ചികിത്സയോ മരുന്നോ ലഭിക്കാതെ, എന്നാൽ അവർക്ക് അങ്ങനെ ലഭിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ അവരുടെ ആരോഗ്യനിലയിൽ ഒരു മെച്ചപ്പെടൽ അനുഭവപ്പെടുന്ന ഒരു മനഃശാസ്ത്രപരമായ പ്രതിഭാസമാണിത്. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് യഥാർത്ഥ മരുന്നിന് പകരം ഒരു സാധാരണ ഗുളിക അഥവാ ഒരു ഷുഗർ പിൽ നൽകി അത് ശക്തമായ മരുന്നാണെന്ന് വിശ്വസിക്കുമ്പോൾ അവർക്ക് രോഗലക്ഷണങ്ങളിൽ ആശ്വാസം അനുഭവപ്പെടാം. ഇത് പ്രധാനമായും മനസ്സിൻ്റെ വിശ്വാസവും പ്രതീക്ഷയും മൂലമാണ് സംഭവിക്കുന്നത്. പ്ലാസിബോ എഫക്റ്റ് മനഃശാസ്ത്രപരമാണ്, ശാരീരികമായ മരുന്നിൻ്റെ ഫലമല്ല. ഇത് വേദന, ഉത്കണ്ഠ, ഡിപ്രഷൻ തുടങ്ങിയ രോഗങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. ഗവേഷണങ്ങളിൽ പ്ലാസിബോ എഫക്റ്റിൻ്റെ ശക്തി പരിശോധിക്കുവാനായി പ്ലാസിബോ കൺട്രോൾഡ് ട്രയൽസ് ഉപയോഗിക്കാറുണ്ട്. ഈ പ്രതിഭാസം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തിയെ കാണിക്കുന്നു. എന്നാൽ ഇത് എല്ലാ രോഗങ്ങൾക്കും, പ്രത്യേകിച്ച് ഗുരുതരമായ അവസ്ഥയിൽ പ്രവർത്തിക്കണമെന്നില്ല. ഒരു ചികിത്സ ഫലപ്രദമാകുമെന്ന് രോഗി പ്രതീക്ഷിക്കുമ്പോൾ അവരുടെ ശരീരം വേദന കുറയ്ക്കുന്നതിനും മറ്റ് ലക്ഷണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി ചില രാസവസ്തുക്കൾ പുറപ്പെടുവിക്കുവാൻ സാധ്യതയുണ്ട്. മാനസികാവസ്ഥ ശാരീരിക ആരോഗ്യത്തെ സ്വാധീനിക്കും. ഒരു ചികിത്സയെക്കുറിച്ച് നല്ല ചിന്തകൾ ഉള്ളത് രോഗിയുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. ചില രോഗങ്ങൾ ചികിത്സയില്ലാതെ തന്നെ കാലക്രമേണ മെച്ചപ്പെടും. പുതിയ മരുന്നുകളും ചികിത്സാ രീതികളും പരീക്ഷിക്കുമ്പോൾ അവയുടെ യഥാർത്ഥ ഫലപ്രാപ്തി നിർണ്ണയിക്കുവാൻ പ്ലാസിബോ നിയന്ത്രിത പഠനങ്ങൾ ഉപയോഗിക്കുന്നു. ഈ പഠനങ്ങളിൽ ഒരു കൂട്ടം രോഗികൾക്ക് യഥാർത്ഥ ചികിത്സയും മറ്റൊരു കൂട്ടം രോഗികൾക്ക് പ്ലാസിബോ ചികിത്സയും നൽകുന്നു. യഥാർത്ഥ ചികിത്സ ലഭിച്ചവരുടെ രോഗലക്ഷണങ്ങളിൽ പ്ലാസിബോ ലഭിച്ചവരേക്കാൾ കാര്യമായ പുരോഗതി കാണിക്കുകയാണെങ്കിൽ ചികിത്സ ഫലപ്രദമാണെന്ന് കണക്കാക്കാം. പ്ലാസിബോ എഫക്റ്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ പ്ലാസിബോ എഫക്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും അനുഭവങ്ങളും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.